പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവൻ്റെ നിറവിനുള്ളതാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാം തിരുവചനം. ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്നത് നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ വീക്ഷണത്തിൽ ബൈബിളിൽ എഴുതപ്പെട്ടവയെല്ലാം യേശു ദൈവപുത്രനാണെന്ന് നാം വിശ്വസിക്കുന്നതിനും അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണെന്ന് വ്യക്തമാക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ 3:16 എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം സ്വപുത്രനെ പോലും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്കായി വിട്ടു നൽകി നമ്മെ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്തു. ദൈവം അത്രയേറെ നാം ഓരോരുത്തരെയും സ്നേഹിച്ചതുകൊണ്ടാണ് അപ്രകാരം ചെയ്തത്. വിശുദ്ധ യോഹന്നാൻ 6:68-69 തിരുവചനങ്ങളിൽ ശിമയോൻ പത്രോസ് യേശുവിനോട് പറയുന്നുണ്ട്, നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്, നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 33 ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്ന് യേശു പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിത്യജീവനിൽ കഴിയുന്നത് ആത്മാവിൻ്റെ അവസ്ഥ അനുസരിച്ചാണ്. ആത്മാവ് പാപാന്തകാരത്തിലാണെങ്കിൽ നമുക്ക് നിത്യജീവനിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾ കാണുന്ന വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 21 പറയുന്നുണ്ട്. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ജീവൻ്റെ വചനത്തെ വിനയപൂർവം സ്വീകരിക്കണം. അപ്പോൾ വചനത്തിൽ ആഴപ്പെട്ടുകൊണ്ട് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ഇതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.